ഭയത്തെ എങ്ങനെ മറികടക്കാം? യുദ്ധത്തിനിറങ്ങാൻ ഭയന്നു മടിച്ചൊരു യോദ്ധാവിനെ കുറിച്ചുള്ള ഒരു പുരാതന കഥയുണ്ട്. എല്ലാ പരിശീലനങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിയിട്ടും അവനെന്നും ഉത്കണ്ഠയും സംശയങ്ങളുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ തന്റെ ഭയത്തെ ശ്രദ്ധിച്ചു. ഭയത്തെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന ആശങ്കയിലായി പിന്നീട് അവൻ. ഇതിനൊരു പരിഹാരത്തിനായി അദ്ദേഹം തന്റെ ബുദ്ധിമാനായ ഗുരുവിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ഉപദേശം തേടി. അദ്ദേഹം ലളിതമായ രീതിയിൽ ഒരു ഉപദേശം നൽകി. ഒരു യോദ്ധാവിനോട് ഇപ്രകാരം പറഞ്ഞു: ബാഗ് നിറയെ ഉപ്പെടുത്തു കൊണ്ടുവരിക. യോദ്ധാവ് ആകെ ആശയക്കുഴപ്പത്തിലായെങ്കിലും ഗുരുവിന്റെ വാക്ക് ധിക്കരിച്ചില്ല. അദ്ദേഹം ബാഗ് നിറയെ ഉപ്പെടുത്ത് ഗുരുവിന്റെ അടുത്തേക്ക് പോയി. ഗുരു യോദ്ധാവിനോട് പറഞ്ഞു: യുദ്ധത്തിന് പോകുന്ന വഴിയുടനീളം ഉപ്പ് തെളിക്കുക. യോദ്ധാവ് ആകെ ആശയക്കുഴപ്പത്തിലായെങ്കിലും ഗുരുവിന്റെ വാക്ക് അദ്ദേഹം പാലിച്ചു. അദ്ദേഹം പോകുന്ന വഴിയുടനീളം ഉപ്പ് തെളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് യോദ്ധാവ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഉപ്പ് തെളിക്കും തോറും ഉപ്പ് കാറ്റിൽ പറന്നു പോകുന്നു. അദ്ദേഹം ഉടനെ ഗുരുവിന്റെ പക്കലേക്ക് ഓടിപ്പോയി. ശേഷം ഗുരുവിനോട് ചോദിച്ചു: ഉപ്പ് തെളിക്കും തോറും ഉപ്പ് കാറ്റിൽ പറന്നു പോവുകയാണല്ലോ. ഗുരുവിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: കാറ്റ് എത്ര വേഗത്തിലാണോ ഉപ്പിനെ പറത്തിയത്, അതുപോലെ തന്റെ ഉള്ളിലെ ഭയത്തെയും ഇല്ലാതാക്കുക. ഉപ്പ് ഭയത്തെയും കാറ്റ് യോദ്ധാവിന്റെ പാതയെയും പ്രതിനിധീകരിക്കുന്നു. പിന്നീട് യോദ്ധാവ് തന്റെ ഭയത്തെ മറികടക്കുകയും യുദ്ധത്തിൽ പോരാടുകയും യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു. ഈ സ്റ്റോറിയിൽ നിന്നും നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനും ജീവിത വിജയത്തിനും നമ്മൾ ഭയത്തെ മറികടക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന ഒരു പാഠം ഉൾക്കൊള്ളുക. ഭയം കാരണം നമ്മുടെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ദീർഘകാലം മുതൽ പേടി മനുഷ്യനിലേക്ക് വന്നു ചേർന്ന ഒന്നാണ്. ഭയം സ്വാഭാവികമായി മനുഷ്യന്റെ വികാരമാണ്. ഭയം ചിലപ്പോഴൊക്കെ ഭീഷണിയുടെ രൂപത്തിൽ പ്രകടമാക്കപ്പെടുന്നു. വിയർപ്പ്, വർദ്ധിച്ചു വരുന്ന ഹൃദയമിടിപ്പ് എന്നിങ്ങനെയുള്ള ശാരീരിക ലക്ഷണങ്ങളും ഉത്കണ്ഠതയും പരിഭ്രാന്തതയും മാനസിക ലക്ഷണങ്ങളും ഉൾപ്പെടെ വിവിധ രീതിയിൽ പ്രകടമാക്കപ്പെടുന്നു. ഈ ഭയം കാരണം ചില ആളുകൾക്ക് സംസാരിക്കാൻ കഴിയാതെ വരുന്നു. ചില സാഹചര്യങ്ങളിൽ ഭയം നല്ലതാണ്. ചിലപ്പോഴൊക്കെ ഭയം അപകടങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും. എങ്കിലും അത് നമ്മെ പൂർണ്ണശേഷിയിൽ എത്തുന്നതിൽ നിന്ന് തടയുകയും ചെയ്യും. ഭയത്തെ മറികടക്കാൻ ആദ്യം ഭയത്തെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഭയത്തിന് കാരണമാകുന്നതിനെ അവഗണിക്കുക. ഭയം കാരണം ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ നടത്താതെ വരികയും പിന്നീട് ഖേദിക്കുകയും ചെയ്യാറില്ലേ? ഭയത്തെ മറികടക്കാൻ സ്വയം പ്രാപ്തരാകുക. കൂടുതൽ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.